വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പിന്നെ എവിടെയാ? പിന്നെ അതേപോലെ സുഭദ്രാമ, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ്ട്. എന്താ മോളെ? നിങ്ങളെ കഥയില് നിങ്ങൾ കുറെ നേരമായിട്ട് പറയുന്നത് ഒരു രാധ എന്ന് പറഞ്ഞ സുഹൃത്തിനെ കുറിച്ചിട്ട്. അതെ. ആ സുഹൃത്ത് ഇപ്പൊ എവിടെയാ? പിന്നെ അതേപോലെ തന്നെ സുഭദ്രാമേ, നിങ്ങളെ വീട്ടില് ഞാൻ വന്നപ്പോ ആ സുഹൃത്തിനെ ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളെ കുട്ടീനെ ഞാൻ കണ്ടില്ല. ഓരൊക്കെ എവിടെ പോയി? പറയാം. ആ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എങ്ങോട്ടാ പോയത് കുട്ടീനെ കൊണ്ട്? ഞാൻ പിന്നെ സുഭദ്ര, എന്താടി? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവിടെ നിക്കാൻ പറ്റില്ലാന്ന്. അതെ. ഇനി നമ്മള് എങ്ങോട്ടാ പോവാ? നമ്മള് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. എന്താ കാട്ടിലേക്കോ? അതേടി. എന്താ? അല്ല, അത് പിന്നെ കാട്ടുപോയാ വലിയ പ്രശ്നാവില്ലേ? എന്ത് പ്രശ്നമാവാനടി? നിന്നെയും കാത്ത് ഒരമ്മ അവിടെ ഉണ്ട്. നിനക്കത് വല്ലത് ഓർമ്മയുണ്ടോ? എടി, എനിക്ക് പോകുന്നോണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അച്ഛൻ എന്റെ കുഞ്ഞിനെ... ഏയ്, അവരൊന്നും ചെയ്യില്ല. അതെന്താടി ഉറപ്പ്? കുഞ്ഞിനെ കാണുമ്പോ അവർക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ പോവും. അങ്ങനെ സംഭവിക്കോ? തീർച്ചയായും സംഭവിക്കും. എനിക്ക് തോന്നുന്നില്ലേടി. ശപിച്ചതല്ലേ അവരെന്നെ. എന്നോട് ഒരിക്കലും അവര് പുറത്തു തരില്ല. എനിക്ക് ഉറപ്പാ. കാട്ടിൽ പോയാല് എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് അച്ഛൻ പലതും ചെയ്യും. എനിക്ക് ഉറപ്പാടി. വേണ്ടടി, കാട്ടിലേക്ക് തിരിച്ചു പോണ്ട. എടി, പോണം. ഇപ്പൊ കാട്ടിനെ കാട്ടി പ്രശ്നം നമ്മൾ ഈ നാട്ടിൽ നിൽക്കുന്നതാ. അതെന്താ നീ അങ്ങനെ പറയുന്നേ? നിനക്കറിയില്ലേ, നിന്റെ പ്രസവം കഴിഞ്ഞത് രാമൻ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ആ രാധാകൃഷ്ണൻ. അറിഞ്ഞാലിപ്പോ എന്താ? അവൻ അറിയട്ടെ. ഇടി, നിന്നെ അവന് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ നിന്റെ കുഞ്ഞിനെ അതവന് മനസ്സിലാവും. അയ്യോ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടുന്ന് പോണം. കാട് തന്നെയാ സേഫ്. ആണോ? നിന്റെ കുഞ്ഞിന് ഒരാപത്തും കൂടാതെ നിനക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാട് വിട്ടു പോകുന്നു. കാട്ടിലേക്ക് തന്നെ പോകുന്നു. ശരിയടി. ഇത്രയും നാളും നീ പറഞ്ഞ തന്നെയാ കേട്ട് ഞാൻ ജീവിച്ചത്. ഇനിയും അങ്ങോട്ട് അത് തന്നെ നടക്കട്ടെ. നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ വരാം. ശരി. എന്നാ പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തു വെക്ക്. നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ശരിയടി. എടി, കുഞ്ഞു നന്നായിട്ട് കരയുന്നുണ്ട്. അതിപ്പോ എന്താ പെട്ടെന്ന് കുഞ്ഞിനെ പറ്റിയേ? എനിക്കറിയാൻ പാടില്ല. നീ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു വെക്ക്. കുഞ്ഞിനെ ഇങ്ങത്താ, ഞാൻ നോക്കിക്കോളാം. ശരിയടി. എടി, എനിക്ക് ആകെ പേടിയാവുന്നു. എന്തിനാടി നീ പേടിക്കുന്നേ? അതല്ല, അന്നൊരു ആവേശത്തിന്റെ പുറത്തുനിന്ന് ഈ കാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. ആരും എന്നെ ഇതുവരെ അന്വേഷിച്ചു വന്നിട്ടില്ല. എടി, നീ ഇങ്ങനെ ഓവറായിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ അമ്മയ്ക്കും നിന്റെ അച്ഛനൊക്കെ സന്തോഷാവും. എനിക്ക് ഉറപ്പാ. അതൊക്കെ സ്വപ്നത്തിൽ നടക്കും. യാഥാർത്ഥ്യത്തിൽ അത് നടക്കില്ല. അത് നടക്കും, നീ നോക്കിക്കോ. നിന്നെയും നിന്റെ കുഞ്ഞിനെയും കാണുമ്പോ നിന്റെ അമ്മയ്ക്ക് എത്ര സന്തോഷാവുന്നോ? അമ്മയ്ക്ക് സന്തോഷാവും, അതെനിക്ക് ഉറപ്പാ. പക്ഷേ അച്ഛനെന്താ? അച്ഛനാ പ്രശ്നം ഉണ്ടാവുക. ഇല്ലടി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ഇങ്ങനെ പറഞ്ഞ സമയം കളയാതെ വാ, നമുക്ക് പോവാ. നിന്റെ വീട്ടിലേക്ക് പോവാ. ശരി. അയ്യോ, എനിക്ക് പേടിയാവുന്നടി. ഈശ്വര, എന്നെ കാണുമ്പോ ഇവരെങ്ങനെയാ പ്രതികരിക്കാ? എന്റെ സുഭദ്ര, നീ ഒന്ന് അടങ്ങ്. എന്നെ അവര് കൊല്ലോടി. അയ്യോ, ഞാൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ എന്റെ കുഞ്ഞിന് ആരാ ഉണ്ടാവുക? ഈ പെണ്ണിനെ കൊണ്ട് ഇത് വല്ലാത്ത സ്വീപ്പായാലോ. ഒന്ന് അടങ്ങി നിക്കടി അവിടെ. അയ്യോ, രാധ എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് മിണ്ടാതെ നിക്കന്റെ സുഭദ്ര. ഞാനൊന്ന് നിന്റെ അമ്മയെ വിളിക്കട്ടെ. ശരി. അമ്മേ, ശോഭാമേ. ഈ അമ്മ എവിടെ പോയി? അമ്മ, ശോഭാമ. ഇതാര്? രാധയോ? കൊറേ കാലായല്ലോ മോളെ നിന്നെ കണ്ടിട്ട്. അമ്മ, ദേടി നിന്റെ അമ്മ വന്നു. ഈശ്വര, തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം എനിക്കില്ലേടി. നീ നോക്കണം, നീ നോക്കിയേ പറ്റൂ. എത്ര കാല നീ ഇങ്ങനെ ഒളിച്ചു ജീവിക്ക? എന്നാലും നിന്റെ അമ്മയ്ക്ക് എല്ലാ സത്യം അറിയുന്നല്ലേ. നീ തിരിയെ, നിന്റെ മുഖം കാണിച്ചു കൊടുക്ക. ഇതാരാ മോളെ? കൂടെ ഒരു മൊട്ടച്ചി. അയ്യോ, അമ്മ എന്നെ മൊട്ടച്ചിന്ന് പറഞ്ഞു. എടി, അമ്മയ്ക്ക് അറിയില്ല നീ ആരാന്ന്. അറിഞ്ഞു കഴിഞ്ഞാ നിന്റെ അമ്മ നിന്നെ കെട്ടിപ്പിടിക്കും. നീ നോക്കിക്കോ. എന്നാലും അമ്മക്ക് എന്നെ കാണുമ്പോ അമ്മ എന്നെ പരിഹസിക്കോ? അമ്മ എന്നെ കളിയാക്കോ? ഏയ് ഇല്ലടി. നീ എന്താടി കൊച്ചു കുഞ്ഞിനെ പോലെ കളിക്കുന്നേ? നിന്റെ മുഖം ഒന്ന് തിരിക്കാതെയോ? ശരി. മോളെ, ഇതാരാ കൂടെ? അത് പിന്നെ അമ്മ. എന്താ മോളെ? ഇത് സുഭദ്രയാ. എടി, നീ ഒന്ന് മുഖം തിരിക്കേ. മോളെ, അമ്മയുടെ പൊന്നെ, അമ്മയുടെ സുഭദ്ര. അമ്മയുടെ മോളെ, ഇത് എവിടെയായിരുന്നടാ? അമ്മക്ക് എന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ പൊന്നെ. എന്റെ പൊന്നുമോളെ കുറിച്ചിട്ട് ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഈ അമ്മയുടെ ജീവിതത്തില് കടന്നു പോയിട്ടില്ല. എന്റെ മോള് എവിടെയായിരുന്നു? ഇത്രയും ദിവസം ഞാൻ ഓരോ വഴിപാടും നേരത്തെ നടക്കായിരുന്നു എന്റെ കുട്ടി ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടിട്ട്. അമ്മ, ശാപം കിട്ടിയിട്ടാ ഞാനിങ്ങനെ ആയി. അമ്മയ്ക്ക് എല്ലാം അറിയാടാ, അമ്മയ്ക്ക് എല്ലാം അറിയാ. അല്ല, മോളെ കയ്യിലുള്ള കുഞ്ഞ്? അതെ അമ്മ, അമ്മയുടെ പേരക്കുട്ടിയാ. അമ്മമ്മയുടെ പൊന്നേ, എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും ദിവസം? എന്റെ പൊന്നുമോള് എവിടെയായിരുന്നു? ഞാൻ പട്ടണത്തിലായിരുന്നു അമ്മ. പട്ടണത്തിലോ? അതെ അമ്മ, ഞങ്ങൾ രണ്ടുപേരും പട്ടണത്തിൽ ഒരു വീടെടുത്ത് താമസിക്കായിരുന്നു. എന്നിട്ട് പ്രസവം കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതാ. മോളെ സുഭദ്ര, നമ്മുടെ പേരക്കുട്ടി പെൺകുഞ്ഞാണമ്മ. ഈ അമ്മയ്ക്ക് സന്തോഷായി മോളെ, ഒരുപാട് സന്തോഷായി. ഇനി അമ്മയുടെ പൊന്നുമോള് എങ്ങോട്ടും പോണ്ട.
ദേ ഈ വീട്ടിൽ കഴിയാ. പക്ഷേ അച്ഛൻ സമ്മതിക്കോ? അച്ഛനോ? അച്ഛൻ ഇനി എന്ത് പറയാനാ? എനിക്ക് അച്ഛനെയാ പേടിയമ്മ. അച്ഛനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ നോക്കിക്കോ. അമ്മ ദേ അച്ഛൻ. നിങ്ങള് വന്നോ? നിങ്ങളെ കാത്തിക്കേന് ഞാന്. എന്താ നിങ്ങള് കണ്ടോ? നമ്മളെ മോളും പേരക്കുട്ടി തിരിച്ചു വന്നു. അതിന് അല്ല, നമ്മള് വരെ അകത്തേക്ക് കയറ്റണ്ടേ? ഇറങ്ങി പോവാൻ പറയുമ്പളോട്. എന്താ നിങ്ങൾ പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? ഈ അസത്തിനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയാൻ. അയ്യോ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് പറയണം? എന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം തകർത്ത ഇവളെ ഞാൻ സ്വീകരിക്കണം എന്നാണോ നീ പറയുന്നേ? ഇടി നാശം പിടിച്ചവളെ, നീ ചത്തില്ല ഇതുവരെ. നിന്നെ കാണാതായപ്പോ ഞാൻ സമാധാനിച്ചു. ഹോ, ചത്തെന്ന് വിചാരിച്ചു. വീണ്ടും അവൾ വന്നിരിക്കുക. നാണം കെട്ടവൾ. ഇറങ്ങി പോടി എന്റെ പൊന്നിന്ന്. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ. നമ്മുടെ മോളല്ലേ ഇത്? മോളായിരുന്നു ഒരു കാലത്ത്, ഇപ്പൊ ആരുമല്ല എന്റെ. സുഭദ്ര. സാരല്ലേ അമ്മ, എനിക്കറിയാം ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂന്ന്. അയ്യോ, മോളിനി എങ്ങോട്ടാ പോവാ? അമ്മ പേടിക്കണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാലും എന്റെ പൊന്നുമോള് ഇതുവരെ വന്നിട്ട്. എടി ഇറങ്ങി പോടി. അച്ഛൻ ഇങ്ങനെ ദേഷ്യം പിടിക്കണ്ട, ഞാൻ പോയിക്കോളാം. എന്നിട്ട് പട്ടണത്തിൽ തന്നെ തിരിച്ചു പോയോ? ഏയ് ഇല്ല, പിന്നെ ഞാൻ പറയാം. സുഭദ്ര, നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. സാരല്ലേടി, തൽക്കാലം നീ ഇവിടെ കഴിയണം. ഞാൻ കഴിഞ്ഞോളാം. നിന്നെ പട്ടണത്തിൽ കൊണ്ടുപോകാനൊക്കെ എനിക്കറിയാം. പക്ഷേ എന്താടി? നിന്റെ ഈ രൂപം മാറണമെങ്കിൽ നീ പട്ടണത്തിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ കാട്ടിൽ തന്നെ കഴിയണം. കാട്ടുമൂപ്പത്തി ആ ശാപം തിരിച്ചെടുക്കണം. ആ ശാപം തിരിച്ചെടുക്കണമെങ്കിൽ നീ കാട്ടിൽ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ തന്നെ നിർത്തുന്നത്. എനിക്കറിയാടി അതെല്ലാം. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അയ്യോ, അത് മാത്രം നീ പറയരുത്. എന്നെ ഇത്രമാത്രം സഹായിച്ച നിന്നോട് എനിക്ക് ദേഷ്യാണോ? എന്നാ ശരിയടി, ഞാൻ പോട്ടെ. നീ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ആടി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടേക്ക് ആരും വരില്ല. ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലാ, നീ സൂക്ഷിക്കണേ. എന്ത് മൃഗം? എന്നെ കണ്ട ഏത് മൃഗവും പേടിച്ചോളൂ. കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടി. ഇല്ലടി, നിന്റെ കുഞ്ഞിനൊന്നും ഒരു ആപത്ത് സംഭവിക്കില്ല. ഞാൻ എന്റെ മോളെ പൊന്നു പോലെ വളർത്തു, നീ നോക്കിക്കോ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. എന്റെ കുട്ടി വലുതായി. രാധ പറഞ്ഞ പോലെ ഞാൻ അവൾക്ക് പാർവതീന്ന് പേരിട്ടു. അവളെ പാറൂന്ന് വിളിച്ചു. പാറു, എടി പാറു. എടി പെണ്ണെ, അവിടെ നിക്ക്, അങ്ങോട്ടേക്കൊന്നും പോവാതെ. ഈ പെണ്ണിനെ കൊണ്ട് മൃഗങ്ങളൊക്കെ ഉള്ളതാ. എന്റെ പൊന്നുമോളെ അങ്ങോട്ട് പോവാതെ. എനിക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഈ കുറുമ്പ് പെണ്ണിനോട് ഞാൻ തോറ്റു.